ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ല മധുരവും അതുപോലെ തന്നെ എരിവൊക്കെ കൂടിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ. സാധാരണ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു പൈനാപ്പിൾ അച്ചാറാണ് ഞാനിന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു പൈനാപ്പിൾ അച്ചാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് പൈനാപ്പിളാണ്. നല്ലോണം പഴുത്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു കടായി ചൂടാക്കി എടുക്കാം. അതിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നീട് അതിലേക്ക് വേണ്ടത് കറിവേപ്പിലാണ്. കറിവേപ്പില കുറച്ചധികം ആയാലും കുഴപ്പമില്ല. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പച്ചമുളകും ആ ഒരു കറിവേപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തെടുക്കുമ്പോൾ ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അല്ലാതെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിലേക്ക് കിടന്നിട്ട് ഒന്നിങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അരച്ച് ചേർക്കാതെ ഇതുപോലെ ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ ഈ ഒരു അച്ചാറിലേക്ക് നല്ലോണം പിടിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ജസ്റ്റ് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ആ ഒരു പൈനാപ്പിൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നീളത്തിൽ അല്ലെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാനിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച ആ ഒരു പൈനാപ്പിളും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം കുറച്ച് സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശേഷം അടച്ചു വെച്ചിട്ട് ഇതുപോലെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു പൈനാപ്പിൾ നല്ലോണം കുക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ പൈനാപ്പിളൊക്കെ നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു അച്ചാറിന് നല്ലൊരു കളറായിരിക്കും കിട്ടുക. അപ്പോൾ ഞാനിവിടെ നോർമൽ മുളക് പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ടൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഉലുവപ്പൊടിയാണ്. ഉലുവ നല്ലോണം വറുത്തിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു സ്പൂണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 1/4 സ്പൂണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു പൈനാപ്പിളും ആ ഒരു മുളക് പൊടിയും കാര്യങ്ങളൊക്കെ നല്ലോണം ഈ ഒരു പൈനാപ്പിളിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ കുറച്ച് സമയം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. സാധാരണ നമ്മുടെ വാളംപുളി, വീട്ടിൽ വാളംപുളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക. പുളി നേരത്തെ ഞാനിവിടെ ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളത്തിലിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പുളിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും. എന്നിട്ട് ഒരു പുളിയുടെ നീര് മാത്രമായിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കാം. നല്ല കട്ടിയുള്ള പുളിവെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ കിട്ടാനായിട്ട് നോക്കാം. ഇനിയിപ്പോൾ ഇതൊരു കുറച്ചൊരു അരക്കപ്പോളം പുളിവെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു പുളിവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. ഞാനിവിടെ ഒരു 2 കട്ട ശർക്കര നല്ലോണം ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ അരിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാൻ. ഞാനിവിടെ നേരത്തെ തന്നെ അരിച്ച് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഈ ഒരു പൈനാപ്പിൾ അച്ചാർ ഒന്നങ്ങ് വറ്റിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു പൈനാപ്പിൾ അച്ചാറിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി എടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെള്ളത്തോടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാതെ ഇത് ഒന്നുകൂടി ഇങ്ങനെ കുറുക്കിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഗ്യാസ് കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തിളപ്പിച്ചെടുത്ത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അത് കുറച്ച് നമ്മളിങ്ങനെ തണുക്കാനായിട്ട് വെക്കുമ്പോഴേക്കും ഈ ഒരു അച്ചാർ ഒന്നുകൂടിയും കുറുകി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രേ കുറുക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ അച്ചാർ
അച്ചാർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് നല്ല ഗ്ലാസ് ബൗളിലാക്കിയിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, നല്ല എരിവും അതുപോലെ തന്നെ നല്ല മധുരത്തോടും കൂടിയിട്ടാണ് ഈ ഒരു പൈനാപ്പിൾ അച്ചാർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ളെന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്